ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? NCET എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കഴിഞ്ഞ വർഷം ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ 2024 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇന്ത്യൻ ബുക്സ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ യുനെസ്കോ മെമ്മറി ബുക്ക് ഓഫ് ദ വേൾഡ്? 2024 യുനെസ്കോ മെമ്മറി ബുക്ക് ഓഫ് ദ വേൾഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏത് ഇന്ത്യൻ ബുക്സ് ആണ് താഴെ വരുന്നത്? ഓപ്ഷൻ നോക്കൂ. രാമചരിതമാനസ്, മഹാഭാരത, ഭഗവത് പുരാണ, അഭിജ്ഞാന ശാകുന്തളമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് 2024 യുനെസ്കോ മെമ്മറി ബുക്ക് ഓഫ് ദ വേൾഡ്? നമുക്കറിയാം കുറേ ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളൊക്കെ ഇന്ത്യയിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ബുക്ക് ഓഫ് ദ വേൾഡിൽ വന്നിട്ടുള്ളത്? യുനെസ്കോയുടെ മെമ്മറി ബുക്ക് ഓഫ് ദ വേൾഡിൽ വന്നിട്ടുള്ളത്? ഉത്തരം രാമചരിതമാനസാണ്. ഏതാണ്? ഓപ്ഷൻ എ, അല്ലെങ്കിൽ നമ്പർ 1 രാമചരിതമാനസാണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം മഹാഭാരത ഒരു ഇതിഹാസമാണ്, എപ്പിക്കാണ്. ഭഗവത് പുരാണ, ഭഗവത്ഗീത. അഭിജ്ഞാന ശാകുന്തളം അതാണ് കാളിദാസയുടെ പ്ലേ ആണ് അഭിജ്ഞാന ശാകുന്തളം. അപ്പോൾ ചോദിക്കാറുണ്ട്, ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് ആര്? കാളിദാസൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മേഘ സന്ദേശം മറ്റൊരു പുസ്തകമാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 2024 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല അത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ പുസ്തകങ്ങൾ, ഫിലിംസ്, അതുപോലെ ഡോക്യുമെൻ്ററീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യത്തിൽ വരും. അപ്പോൾ യുനെസ്കോയുടെ കാര്യങ്ങൾ, കാരണം യുനെസ്കോ എന്തുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ സോഷ്യൽ ആൻഡ് കൾച്ചർ കൾച്ചറലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യുനെസ്കോയുടെ കീഴിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ യുനെസ്കോയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമുക്ക് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നേരെ തന്നെ ഇപ്പോൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ സോഷ്യൽ സയൻസ്. അപ്പോൾ ഓരോ ലെവലിൽ സോഷ്യൽ സയൻസിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ തലത്തിലാണ് പഠനം നടത്തേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ക്ലാസ് 3 to 5, ക്ലാസ് 6 to 8, 9 to 5, 11 to 12, +1 +2. അപ്പോൾ ഇതിൽ സോഷ്യൽ സയൻസ് ആസ് എ ചോയ്സ് ബേസ്ഡ് ഓപ്ഷൻ ഏത് ഘട്ടത്തിലാണ് വരുന്നത്? അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് ആസ് സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത് ഏത് ഘട്ടത്തിലാണ്? ദ വേൾഡ് അറൗണ്ട് അസ് എന്നുള്ള രീതിയിൽ പഠിക്കുന്നത് എപ്പോഴാണ്? സോഷ്യൽ സയൻസ് ആസ് എ സ്കൂൾ സബ്ജക്റ്റ്, സ്കൂളിൽ സബ്ജക്റ്റ് ആയിട്ട് സ്കൂൾ സബ്ജക്റ്റ് എന്നുള്ള ലെവലിൽ കുട്ടികൾ പഠിക്കുന്നത് ഏത് ലെവലിലാണ്? അത് നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ, അതായത് 3 മുതൽ 5 ക്ലാസ് വരെയുള്ള ഘട്ടത്തിൽ സോഷ്യൽ സയൻസ് എന്താ ഉണ്ടാവുക? ദ വേൾഡ് അറൗണ്ട് അസ് എന്നാണ് ഉണ്ടാവുക. അതായത് നമുക്ക് ചുറ്റുപാടുള്ള മറ്റുള്ള കാര്യങ്ങൾ കൂടി, എൻവിയോൺമെന്റ് കൂടി അതിൽ വരുന്നു. സോ ഓപ്ഷൻ എ 3ലേക്കാണ് കണക്റ്റഡ്. നെക്സ്റ്റ് നോക്കൂ. 6 മുതൽ 8 ക്ലാസ് വരെ, അതായത് അപ്പർ പ്രൈമറി ലെവലിൽ കുട്ടികൾ പഠിക്കുന്നത് എന്താണ്? സോഷ്യൽ സയൻസ് ഒരു സബ്ജക്റ്റ് എന്ന നിലക്കാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 4ലേക്കാണ് കേട്ടോ. 6 മുതൽ 8 വരെ 4 സോഷ്യൽ സയൻസ് ആസ് എ സ്കൂൾ സബ്ജക്റ്റ്. പിന്നെ 9 മുതൽ 10 വരെ വരുന്നത് ഏതാണ്? 9ാം ക്ലാസ് മുതൽ അവിടെ എന്ത് ചെയ്യുന്നു? സോഷ്യൽ സയൻസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, അതായത് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഇത് രണ്ടും സെപ്പറേറ്റ് ആയാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് ആസ് സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത് സെക്കൻഡറി തലത്തിലാണ്. ഇനി നിങ്ങൾ ഹയർ സെക്കൻഡറി, അതായത് +1 +2 എത്തുമ്പോൾ അതൊരു ചോയ്സ് ബേസ്ഡ് ഓപ്ഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലെ. കൊമേഴ്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പൊളിറ്റിക്സ് ഒരു ചോയ്സ് ബേസ്ഡ് സബ്ജക്റ്റ്, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്താണ്? ചോയ്സ് ബേസ്ഡ് ആണ്. സോ ഹയർ സെക്കൻഡറിയിൽ അതെന്താണ്? ഓപ്ഷൻ A1 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കൂ. A3 വരുന്നത്, ഇവിടെ ഓപ്ഷൻ നോക്കൂ. A3 വരുന്ന 2 എണ്ണം ഉണ്ട് അല്ലേ, 3ഉം 4ഉം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ B എന്താണ്? ബി വരുന്നത് 4 ആണ്, B4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആൻസറിൽ മൂന്നാമത്തേത്, അതായത് A3, B4, C2
2 D1 ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ലെവലിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. അറ്റ് ദ പ്രൈമറി ലെവൽ ഇൻ്റഗ്രേറ്റഡ് മാനർ അണ്ടർ തീംസ് ലൈക്ക് ദ വേൾഡ് അറൗണ്ട് അസ് കവറിങ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റ്, ഫാമിലി ആൻഡ് സൊസൈറ്റി. ഇതാണ് നമ്മൾ സോഷ്യൽ സയൻസിൽ എൻവയോൺമെൻറ്റ്, ഫാമിലി, സൊസൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുന്നു. എന്നാൽ അപ്പർ പ്രൈമറി UP ലെവലെത്തുമ്പോൾ എ ഫോമൽ സ്കൂൾ സബ്ജക്റ്റ് കവറിങ് ഹിസ്റ്ററി, ജിയോഗ്രഫി, സിവിക്സ് ആൻഡ് എക്കണോമിക്സ് ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരു സ്കൂൾ സബ്ജക്റ്റ് ആയിട്ടാണ്. നമ്മൾ സോഷ്യൽ സയൻസ് എന്നുള്ള സബ്ജക്റ്റാണ്. അതിൻ്റെ 3 പാർട്ടുകൾ, ചിലപ്പോൾ 4 പാർട്ട്. അതിൽ എന്തുണ്ടാവും? ഹിസ്റ്ററി ഉണ്ടാവും, പിന്നെ ജിയോഗ്രഫി ഉണ്ടാവും, സിവിക്സ് ഉണ്ടാവും അല്ലേ? സിവിക്സ് എന്നാണ് ഉണ്ടാവാറുള്ളത്. ഇനി അതെന്ത് മാറി സെക്കൻഡറി ലെവലിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് സബ്ജക്റ്റ് ആവുന്നു. എക്കണോമിക്സ് വേറെ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് വേറെ എന്നുള്ള ലെവലിലെത്തുന്നു. പിന്നെ ഹയർ സെക്കൻഡറി എത്തുമ്പോൾ അത് ചോയ്സ് ബേസ്ഡിലേക്ക് മാറുന്നു. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ഫിലിം ഡാഷ് ഡെപിക്ട്സ് ദ സ്ട്രഗിൾ ആൻഡ് ഫൈറ്റ് ഓഫ് HIV പോസിറ്റീവ് വുമൺ ടു ഗെയിൻ റെസ്പെക്ട് അറ്റ് ഹെർ വർക്ക് പ്ലേസ്. അപ്പോൾ ഒരു HIV പോസിറ്റീവായ ഒരു സ്ത്രീക്ക് തൻ്റെ ജോലി സ്ഥലത്ത് അവിടുന്ന് റെസ്പെക്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഫിലിം ഏതാണെന്ന ക്വസ്റ്റ്യൻ. ദാമിനി, ദോർ, കഹാനി, ഫിർമിലേഗ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഫിലിം അതായത് സോഷ്യൽ റിലവൻ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ലെസൺസ് പറയുന്ന ഫിലിമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഫിലിം, ബുക്സ് തുടങ്ങിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത്തരം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ? ഉത്തരം ഓപ്ഷൻ 4 ആണ്, ഫിർമിലേഗ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാനിവിടെ ചില ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ ബുക്സ് തുടങ്ങിയ പരിചയപ്പെടുത്താം. അപ്പോൾ ദളിത്, വുമൺ, ചിൽഡ്രൻ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. സോ ചില പുസ്തകങ്ങൾ നോക്കൂ. ദളിതുകളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ജൂതൻ ബൈ ഓം പ്രകാശ് വാൽമീകി, an autobiographical account of the struggle of a Dalit boy facing caste discrimination. ഇത് നമ്മുടെ സിലബസിലുണ്ട്. സ്കൂള് അതുപോലെ തന്നെ കോളേജ് സിലബസിലൊക്കെ വരുന്ന ഒരു പുസ്തകമാണ് ജൂതൻ എന്നുള്ളത്. അത് നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. അൺടച്ചബിൾ നമുക്കറിയാം, മുൽക്ക് രാജ് ആനന്ദിൻ്റെ എ നോവൽ ഡെപിക്റ്റിംഗ് ദ ലൈഫ് ഓഫ് ദളിത് ബോയ് ബാക്ക ഫേസിങ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. അത് അല്ലേ, അൺടച്ചബിൾ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പുസ്തകമാണ്. പിന്നെ ചില ട്രൈബ്സിനെ കുറിച്ചിട്ട് സിലബസിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ട്രൈബ്സ് മദർ ഫോറസ്റ്റ്, ദ അൺഫിനിഷ്ഡ് സ്റ്റോറി ഓഫ് CK ജാനു അല്ലേ, കേരളൈറ്റ് ആണ്. ദ ഓട്ടോബയോഗ്രഫി ഓഫ് ട്രൈബൽ ആക്ടിവിസ്റ്റ് CK ജാനു ഹൈലൈറ്റിംഗ് ലാൻഡ് റൈറ്റ്സ് സ്ട്രഗിൾ ഇൻ കേരള. കേരളത്തിൽ ഒരുപാട് ലാൻഡ് റൈറ്റ്സ് സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് CK ജാനുവിൻ്റെ ഒരു പുസ്തകമാണ് മദർ ഫോറസ്റ്റ്. വാക്കിംഗ് വിത്ത് ദ കോംറേഡ്സ് ബൈ അരുന്ധതി റോയ് covers the Maoist rebellion and the struggles of tribals in central India. നമ്മുടെ അറിയാം ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സെൻട്രൽ ഇന്ത്യയുടെ ആ റീജിയനിൽ ഒരുപാട് മാവോയിസ്റ്റ് സ്ട്രഗിൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ട്രൈബൽ പീപ്പിളിൻ്റെ സിറ്റുവേഷൻസ് പറയുന്ന വാക്കിംഗ് വിത്ത് കോംറേഡ്സ് അരുന്ധതി റോയുടെ പുസ്തകമാണ്. ഇത്തരം ഒരുപാട് പുസ്തകങ്ങൾ, അയാം മലാല അല്ലെ, മലാലയുടെ അയാം മലാല എന്നുള്ള പുസ്തകം വെരി ഫേമസ് ആണ്. സോ ഇത്തരം പുസ്തകങ്ങൾ അതുപോലെ തന്നെ ഫിലിംസ് തുടങ്ങിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ മൂവി ജയ് ഭീം ഡസ് ഹൈലൈറ്റ് ദ സ്ട്രഗിൾസ് ഓഫ് വിച്ച് ട്രൈബ്. കണ്ടോ, ഇവിടെ ഫിലിം ചോദിച്ചു, പുസ്തകം ചോദിച്ചു. ഇത്തരം സിലബസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുക, ഇത്തരം മൂവീസ്, ഫിലിംസ് തുടങ്ങിയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അതിൻ്റെ പേരും ആരാണ് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ സ്റ്റോറി എന്താണെന്നും പഠിച്ചു വെക്കുക. ദ മൂവി ജയ് ഭീം ഡസ് ഹൈലൈറ്റ് ദ സ്ട്രഗിൾസ് ഓഫ് വിച്ച് ട്രൈബ്. ഏത് ട്രൈബിൻ്റെ സ്ട്രഗിൾസ് ആണ് ജയ് ഭീം എന്നുള്ള മൂവിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്? ദ കൊഡാബ ട്രൈബ്, ബൂട്ടിയ ട്രൈബ്, ഇരുള ട്രൈബ്, ജയന്തിയ ട്രൈബ്. ഏതാണ്? ഇരുള കേട്ടോ. തമിഴ്നാട്ടിലാണ് ഇരുള ട്രൈബ് ഉള്ളത്. അപ്പോൾ ഇവരുടെ സ്ട്രഗിൾസ് ആണ് ഈ സ്റ്റോറി അല്ലെങ്കിൽ ഈ മൂവിയിൽ പറയുന്നുള്ളത് കേട്ടോ. നമുക്കറിയാം ജയന്തിയ ഹിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ റീജിയനിൽ വസിക്കുന്നവരാണെന്ത്? ജയന്തിയ ട്രൈബ്. അങ്ങനെ ഒരുപാട് ട്രൈബൽ സ്ട്രഗിൾസ് പറയുന്ന ഡോക്യുമെൻ്ററീസ്, മൂവീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ക്രിട്ടിക്കലി ഒബ്സർവ്
ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ ആൻഡ് പ്രെഡിക്റ്റ് നാച്ചുറൽ ഫിനോമിന ഈസ് കോൾഡ്. ഒരു നാച്ചുറൽ ഫിനോമിന ക്രിട്ടിക്കലി ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എക്സ്പ്ലെയിനും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന അതിനുള്ള എബിലിറ്റിക്ക് എന്ത് പറയുന്നു? സയൻറ്റിഫിക് ടെമ്പർ, സയൻറ്റിഫിക് എൻക്വയറി, സയൻറ്റിഫിക് ലിറ്ററസി ആൻഡ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, സയൻറ്റിഫിക് എൻക്വയറി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എബിലിറ്റി ഓഫ് എ പേഴ്സൺ ക്രിട്ടിക്കലി ഒബ്സർവ് ആണ്. ഒബ്സർവ് ചെയ്യണം, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക തുടങ്ങിയൊക്കെ ഉള്ള കഴിവ്. നമുക്കവിടെ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളൊരു വേർഡ് ഉണ്ട് അല്ലേ, ടെമ്പർ. അതൊരു നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഈ രീതിയിൽ ക്രിട്ടിക്കലി തിങ്കിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിനെ നമ്മൾ എന്ത് പറയാം? സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ ഇത് സയൻസുമായി ബന്ധപ്പെട്ട, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ രാമാനുജ, ജഗദീഷ് ചന്ദ്രബോസ്, പ്രഫുല്ല ചന്ദ്ര റോയ്, സർ CV രാമൻ. ആരാണ്? JC ബോസ് എന്ന് പറയുന്ന ജഗദീഷ് ചന്ദ്രബോസ് അദ്ദേഹമാണ്. ഇതിൽ ശ്രീനിവാസ രാമാനുജ നമുക്കറിയാം, വേൾഡ് ഫേമസ് ആയിട്ടുള്ള രാമാനുജൻ നമ്പറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ PC റോയ് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് നോക്കി വെക്കണം. സർ CV രാമനെ കുറിച്ചും നോക്കി വെക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് ലഭിച്ച കാര്യങ്ങളും ഒന്ന് നോക്കി പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഡയറക്റ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എമോങ് ചിൽഡ്രൻ. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്ന ആക്ടിവിറ്റി ഏതാണ്? എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ്റ് ഡിസ്കസ് എ ടെക്സ്റ്റ് ബുക്ക്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു കണ്ടന്റ് എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടം കുട്ടികൾ ഡിസ്കസ് ചെയ്യുന്നു. രാമു ആൻഡ് രവി ഓഫ് ക്ലാസ് 6 ആർ ഡൂയിങ് എക്സ്പെരിമെൻറ്റ് വിത്ത് മെറ്റീരിയൽസ് ആൻഡ് അപ്പാരറ്റസ്. ക്ലാസ് 6-ാം ക്ലാസ്സിലെ കുട്ടികൾ രാമുവും അതുപോലെ രവിയും എന്ത് ചെയ്യുന്നു? കുറച്ച് മെറ്റീരിയൽസും അതുപോലെ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് നടത്തുന്നു. വൺ ഗ്രൂപ്പ് ഇൻ എ ക്ലാസ് ഈസ് വാച്ചിങ് യൂട്യൂബ് വീഡിയോസ് അബൌട്ട് എ സയൻറ്റിഫിക് പ്രോഗ്രാം അല്ലെ സയൻസ് പ്രോഗ്രാം. യൂട്യൂബിൽ വീഡിയോ കാണുന്നു. അത് ഡയറക്റ്റാണ് ചോദിച്ചട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ഡയറക്റ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. സീമ ഈസ് ഒബ്സർവിങ് എ സയൻസ് ഡയഗ്രാം ഓൺ എ ചാർട്ട്. ചാർട്ടിലുള്ള ഒരു ഡയഗ്രാം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു. ഇതിലേതാണ് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്? നമുക്കറിയാം ഓപ്ഷൻ 3 ആണ്. എന്താണ്? ഓപ്ഷൻ C അല്ല, ഓപ്ഷൻ B ആണ്. അവിടെയാണല്ലോ നടത്തുന്നത് അല്ലേ. ഓപ്ഷൻ B ഇസ് രാമു ആൻഡ് രവി ഓഫ് ക്ലാസ് 6 ആർ ഡൂയിങ് എക്സ്പെരിമെൻറ്റ് വിത്ത് മെറ്റീരിയൽസ്. പരീക്ഷണങ്ങൾ നടത്തുന്നു. അവിടെയല്ലേ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക അല്ലെ, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഡക്റ്റീവ് റീസണിങ് ഈസ് എ റീസണിങ് ബേസ്ഡ് ഓൺ ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്. ഈ രീതിയിലുള്ള റീസണിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ജനറലായ കാര്യത്തിൽ നിന്ന് പെർട്ടിക്കുലറായ കാര്യത്തിലേക്കുള്ള റീസണിങ്ങിനാണ് നമ്മൾ എന്ത് പറയുക? ഡിഡക്റ്റീവ്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് ഒരു ജനറൽ ഫാക്റ്റിലേക്കോ പ്രിൻസിപ്പിൾസിലേക്കോ എത്തുന്നതിനാണ് എന്ത് പറയുക? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടത് ഡിഡക്റ്റീവ് റീസണിങ് എന്തിൻ്റെ ബേസിലാണ്? ഫാക്റ്റ്, റീസൺസ്, ആക്ടിവിറ്റീസ്, മെത്തേഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. ഫാക്റ്റുകൾ, ജനറൽ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? പെർട്ടിക്കുലർ ആയ കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്നു. അതല്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക? ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുക. ഫാക്റ്റ് കേട്ടോ, ഫാക്റ്റ് ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ റീസൺ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയുക? ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുക. അപ്പോൾ റീസൺസ്, ആക്ടിവിറ്റീസ്, മെത്തേഡ് തുടങ്ങിയൊക്കെ ഇതിനോട് യോജിക്കുന്നില്ല. അതിൽ ഏറ്റവും സ്യൂട്ടബിളായി വരുന്നത് ഫാക്റ്റുകൾ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ് ഈസ് കോൾഡ് രാമാനുജാസ് നമ്പർ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ രാമാനുജൻ്റെ പേര് വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഏതാണ് രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ B ഇസ് ദ കറക്റ്റ് ആൻസർ. 1729. അപ്പോൾ രാമാനുജൻ സംഖ്യ, ഇത്തരം ബേസിക്കായ കപ്രോക്കർ നമ്പർ, ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഒന്ന് പഠിച്ചു പോവുക. ഇപ്പോൾ രാമാനുജൻ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നമ്പറുകളുടെ ക്യൂബായിട്ട് വരുന്ന അല്ലേ, രണ്ട് നമ്പറുകളുടെ
ക്യൂബായിട്ട് വരുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് എന്ത്? രാമാനുജ സംഖ്യ. മാത്രമല്ല അത് എന്ത് ചെയ്യുന്നു, രണ്ട് ഡിഫറെൻറ്റ് വേസിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ എന്താണ്, CTET ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, 1729 is called the Ramanujan number because it is the smallest number expressible as the sum of two cubes in two different ways. Which of the following pairs of numbers will give cubes of this number? അപ്പോൾ താഴെ പറയുന്ന ഏത് നമ്പറുകളുടെ ക്യൂബുകളായിട്ടാണ് ഈ രാമാനുജൻ സംഖ്യ വരുന്നത്? ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ 1 അല്ലേ, 12, 9, 8. അതാണ് ഓപ്ഷൻ എ. 1, 12, 10, 9 ഓപ്ഷൻ ബി. 2, 11, പിന്നെ 10, 9. 2, 11, 9, 8. ഏതാണ് ഇതിൽ വരുന്നത്? ഇതിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ 2 ആണ് കറക്റ്റ് ആൻസർ. 1, 12, അതുപോലെ തന്നെ 10, 9. ഈ രണ്ട് നമ്പറുകളാണ് ഇവിടെ വരുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ 1, 12 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ക്യൂബ് എന്താണ്? 1 തന്നെയാണ്. 12ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1728 ഇത് രണ്ടും കൂട്ടിയാൽ എന്ത് കിട്ടും? 1729 കിട്ടിയില്ലേ? അതുപോലെ തന്നെ 10ൻ്റെ ക്യൂബ് നിങ്ങൾക്കറിയാം എന്താണ്? 10ൻ്റെ ക്യൂബ് 1000 ആണ്. 1000 അല്ലേ? അതുപോലെ 9ൻ്റെ ക്യൂബ് എത്രയാണ്? 729 ഇത് രണ്ട് കൂട്ടിയാൽ എന്ത് കിട്ടും? 1729 കിട്ടും. സോ ഇങ്ങനെയാണ് ഈ ഒരു നമ്പർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാണ് രാമാനുജൻ സംഖ്യ എന്ന് പറയുന്നത്. ഇതുപോലെ ചില നമ്പേഴ്സ് മാത്സിൽ നമുക്ക് പഠിക്കാനുണ്ട്, അതൊന്ന് പഠിച്ചു പോവാം കേട്ടോ. ഇനി നിങ്ങൾ മറ്റൊരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പോൾ മാത്സ് കഴിഞ്ഞു, ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ സൈക്കോളജി അല്ലെങ്കിൽ പെഡഗോഗിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. എ ചൈൽഡ് അറ്റ് ആൻ ഏജ് ഓഫ് 2 to 4 2 മുതൽ 4 വയസ്സ് വരെയുള്ള ഒരു കുട്ടി would say that there are more objects in second line than the first line by seeing the figure below. തായൊരു ചിത്രം കണ്ടില്ലേ? ഇതിങ്ങനെ ഒബ്സർവ് ചെയ്ത് അവൻ പറയുന്നു രണ്ടാമത്തെ വരിയിലാണ് കൂടുതൽ വസ്തുക്കളുള്ളത്. നിങ്ങൾ തന്നെ നോക്കൂ, 2 ലൈനിലും എന്തുണ്ട്? 4 റൗണ്ട്സാണ് ഉള്ളത്. പക്ഷേ ഈ കുട്ടി പറയുന്നത് രണ്ടാമത്തെ ലൈനിലാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ചൈൽഡ് ഹാസ് നോട്ട് യെറ്റ് ഡെവലപ്ഡ് ദ കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്. നമ്പറിൻ്റെ കൺസർവേഷൻ കുട്ടി പഠിച്ചിട്ടില്ല. ചൈൽഡ് ഈസ് നോട്ട് ഏബിൾ ടു ലുക്ക് അറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐറ്റംസ് പ്രോപ്പർലി. ഈ ഐറ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടി കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. ചൈൽഡ് ഈസ് നോട്ട് ഏബിൾ ടു കൗണ്ട് ദ നമ്പർ. കുട്ടിക്ക് നമ്പർ എണ്ണാൻ അറിയില്ല. ചൈൽഡ് ഹാസ് ദ ഫിയർ ഓഫ് നമ്പർ കുറിച്ച് ഫിയർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ കുട്ടിക്ക് നമ്പർ എണ്ണാൻ അറിയില്ല, അതല്ലെങ്കിൽ നമ്പർ പേടിയാന്നൊക്കെ പറഞ്ഞാൽ അത് ഓപ്ഷൻ അല്ല. പിന്നെ ഇവിടെ നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു എബിലിറ്റി, അതല്ലെങ്കിൽ അതില്ലായ്മ, എന്തിൻ്റെ എബിലിറ്റിയാണ് ഇല്ലാത്തത്? കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ് അല്ലേ. അവിടെ എന്താണ്? കൺസർവേഷൻ ഇല്ലാതിരിക്കുകയാണ് കുട്ടിക്ക്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പല രീതിയിൽ കൺസർവേഷൻ ഉണ്ട്. കൺസർവേഷൻ ഓഫ് വോളിയം ഉണ്ട്. ഉദാഹരണത്തിന് 2 പാത്രത്തിൽ എന്ത് ചെയ്യുന്നു അല്ലേ? 2 പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, ഒരേ അളവിലുള്ള വെള്ളമാണ്, പക്ഷേ ഒരു പാത്രത്തിൽ അതിൻ്റെ വീതി കുറവാണ്. അപ്പോൾ അതിലെന്ത്, ഈ വെള്ളം ഒഴിച്ചാൽ കുറച്ച് ഉയരത്തിൽ കാണും. എന്നാൽ അടുത്ത പാത്രത്തിൽ ഇത് വീതി കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് താഴ്ഭാഗത്താണ്. പക്ഷേ ഈ കൺസർവേഷൻ ഇല്ലാത്ത കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ഏത് പാത്രത്തിലാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ കുട്ടി എന്ത് പറയുന്നു? ഇതേ രണ്ടാമത്തെ പാത്രത്തിലാണ് കൂടുതൽ എന്ന് പറയും. അവിടെ കുട്ടിക്ക് എന്തില്ല? കൺസർവേഷൻ ഓഫ് വോളിയം അതില്ല. അതുപോലെ തന്നെ ഇവിടെ കുട്ടിക്ക് എന്തില്ല? കൺസർവേഷൻ ഓഫ് നമ്പർ അതില്ലാത്തത് കൊണ്ടാണ് കുട്ടി എന്ത് പറയുന്നത്? ഇത് കുറച്ച് അല്ലേ കൂടുതലുണ്ട് എന്ന് പറയാനുള്ള കാരണം ശരിക്കും 2ലും 4 നമ്പേഴ്സേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ കൺസർവേഷൻ എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് വന്നിട്ടുള്ളത് നമ്മളെ ബുക്സുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പ്ലേയിങ് ഇറ്റ് മൈ വേ ഒരു പുസ്തകമാണ്. വിങ്സ് ഓഫ് ഫയർ, ഗ്രോയിങ് അപ്പ് അൺടച്ചബിൾ ഇൻ ഇന്ത്യ, ജൂതൻ എ ദളിറ്റ്സ് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജൂതനൊക്കെ ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇത് ആരെഴുതിയതാണ്? ഓം പ്രകാശ് വാൽമീകി. നമുക്കറിയാം ജൂതൻ എഴുതിയത് ഓം പ്രകാശ് വാൽമീകിയാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ പുസ്തകമാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. സെക്കൻഡ്, APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ് വിങ്സ് ഓഫ് ഫയർ. ഗ്രോയിങ് അപ്പ് അൺടച്ചബിൾ ഇൻ ഇന്ത്യ അത് വസന്ത് മൂൺ. അപ്പോൾ ഇത് യോജിക്കുന്ന ഏതാണ്? ഓപ്ഷൻ എ ഈസ് 2 വരുന്ന ഏതൊക്കെയാണ്? 2 ഉണ്ടല്ലേ ഇവിടെ. അപ്പോൾ ഇതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. A2, B3, C4, D1. ആ രീതിയിലാണ് ഇവിടെ ഉത്തരം വരുന്നത്. നിങ്ങൾ ഒന്നാമത്തെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോക്കൂ, ഒന്നാമത്തത് ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ A2, B1 എന്നാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ അത് ശരിയല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? A2 ഓപ്ഷൻ 4 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.